ഗൈസ് രാവിലെ ഉറക്കം എണീറ്റ് അതേപടി ഇങ്ങനെ ഒന്ന് കണ്ണുപോലെ എഴുതാതെ ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഞാൻ എന്തോ കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ഒരു സാധനം ഉണ്ട്. ഒരുപാട് പേരെടുത്ത് പറഞ്ഞു കിട്ടിയില്ല, കിട്ടിയ വക്കത്ത് വരെ ആയിട്ട് കൂടി എന്റെ കയ്യിൽ നിന്ന് പോയ സാധനമാണ്. ഫൈനലി വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എനിക്ക് കിട്ടി. കോഴിക്കോട് നിന്ന് കണ്ണൂർ തെയ്യം കാണാൻ പോയെന്ന വഴി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ ഒരാളെ റാൻഡമായിട്ട് പരിചയപ്പെട്ടു. ഇൻ സെൻസ് എന്നെ ഓൾറെഡി എന്റെ വീഡിയോ കാണുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി വർത്താനം പുള്ളിയുടെ ലൈഫിലെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ ട്രെയിനിൽ ഒരുമിച്ച് കയറി പയ്യന്നൂർ വരെ. എനിക്ക് പയ്യന്നൂരായിരുന്നു തെയ്യം കാണാൻ പോയിട്ട്. പുള്ളി പയ്യന്നൂരാണ്, സൗദിയിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. പിന്നെ പെർഫ്യൂംസിനെ പറ്റിയിട്ട് സംസാരിച്ച വഴിക്ക് പുള്ളി വാങ്ങിയ ഒരു ഊതിനെ പറ്റിയിട്ടും പിന്നെ അതേപോലെ വൈറൽ പിസ്താഷ് കുനാഫ ചോക്ലേറ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഐറ്റം ആണ് ഞാൻ കുറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സാധനം. അത് കേട്ടത് ഞാൻ എന്തോ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ചില വന്നിങ്ങനെ 3 ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്റെ സ്റ്റോറി പറഞ്ഞു. ഞാൻ ഒരു ഫ്രണ്ടിന് വഴി കുറെ പേരെ വഴി കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ എനിക്ക് അത് കറക്റ്റ് കൈ കിട്ടിയില്ല. അങ്ങനെ ഞാൻ എന്റെ ലൈൻ ഓഫ് പിസ്താഷ് കുനാഫ ചോക്ലേറ്റിന്റെ കഥ പറഞ്ഞു. എന്റെ 3 ഞാൻ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. കാര്യമൊന്നും എടുത്തില്ല, കാരണം പുള്ളി വരുന്ന കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി പുള്ളി നേരെ വീട്ടിലോട്ട് വരുന്ന ട്രെയിൻ കയറിയതാ. ഫുള്ള് ലഗേജ് പാക്ഡ് ആണ്. അപ്പോൾ ഞാൻ അതൊരു ഹോപ്പ് ആയിട്ട് കണ്ടില്ല. അത് എനിക്ക് പയ്യനെത്തി. അപ്പോൾ എന്റെ ഫ്രണ്ടിനെ വിളിക്കാൻ വന്ന് തെയ്യം കാണാൻ പോകാൻ വേണ്ടി പുള്ളിയുടെ ഫ്രണ്ട് പുള്ളിനെ കൂടാൻ വന്നു. ഫസ്റ്റ് ബൈ പറഞ്ഞ സമയത്ത് പറഞ്ഞു അതെ ചോക്ലേറ്റ് എനിക്ക് പാഴ്സൽ അയച്ചാൽ മതി. ഞാൻ ചുമ്മാ പറഞ്ഞതാ, തമാശക്ക് പറഞ്ഞതാ. പുള്ളി ഞാൻ